കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശാന്തമായിട്ട് നമുക്ക് ഈ രാത്രി ധ്യാനിക്കാം. അതിന് ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് സഭാപ്രസംഗികളുടെ പുസ്തകം. ശലോമോനാൽ എഴുതപ്പെട്ട പുസ്തകം. ശലോമോനാൽ എഴുതപ്പെട്ട പല പുസ്തകമുണ്ട്. അതിൽ ഒന്നാണ് ഈ സദൃശവാക്യം, ഒന്നാണ് സഭാപ്രസംഗി, മറ്റൊന്നാണ് പാട്ടുകളുടെ പാട്ടാകുന്ന ഉത്തമഗീതം. ശലോമോനെ പറ്റി അറിയാം. ദാവീദിന്റെ മകനാണ് ശലോമോൻ. വളരെ ജ്ഞാനം കൊണ്ട് നിറഞ്ഞ വ്യക്തിയാണ്. ധാരാളം ഗീതങ്ങളും സദൃശവാക്യങ്ങളും ശലോമോൻ ചമച്ചു. ഇതിനെപ്പറ്റി വേദപഠിതാക്കളിൽ ചിലര് പറയുന്നത് ഈ കൃപയിൽ നിന്നപ്പോൾ എഴുതിയ പുസ്തകവും കൃപ പോയിക്കൊണ്ടിരുന്നപ്പോൾ എഴുതിയ പുസ്തകവും കൃപയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ എഴുതിയ പുസ്തകവും ഉണ്ടെന്ന്. അതൊന്നും ഞാനിപ്പം വിവരിക്കുന്നില്ല, നമ്മുടെ വിഷയം അതല്ലല്ലോ. എന്തായാലും കൊള്ളാം. ഇവിടെ 8-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുക, കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാനരായ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ദൈവകൽപ്പന പ്രമാണിക്കുന്ന നിനക്ക് ഒരു ദോഷവും സംഭവിക്കത്തില്ല. പുസ്തകത്തിലൊരു വാക്യമുണ്ട്, യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിക്കുന്ന പ്രമാണിക്കുന്ന വ്യക്തികൾക്ക് ഒരു ദോഷവും സംഭവിക്കത്തില്ല. നമുക്ക് സമയത്തെയും കൂടെ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ ഇന്ന് രാത്രി തിരുവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിച്ച് ഇന്ന് രാത്രി നിർത്താം. ദൈവത്തിന്റെ മഹത്വം. വളരെ ശാന്തമായിട്ടായിരിക്കും ദൈവവചനം നമ്മൾ ഇന്ന് രാത്രി ധ്യാനിക്കുന്നത്. അപ്പൊ കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. പുതിയ നിയമത്തിലെ പ്രധാനപ്പെട്ട ഉപദേശം പറയാ, ഏറ്റവും വലിയ കൽപ്പന സ്നേഹമാണ്. സ്നേഹം. കൊരിന്ത്യലേഖനം 13 നിങ്ങളെ വായിച്ച് കേൾപ്പിക്കണ്ട, നിങ്ങളതെല്ലാം പഠിച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഇനി അത് വായിക്കുകയും കേൾപ്പിക്കുകയും വേണ്ട. നിങ്ങളിപ്പോ ഇരിക്കുന്നത് ഞാൻ പറയുന്നത് കേട്ട് ബലപ്പെടാനല്ല, ഞാൻ തെറ്റിക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. കാരണം അതുപോലെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. പോയിന്റ് വല്ലതും വിട്ടു പോകുന്നുണ്ടോ, തെറ്റുന്നുണ്ടോ, ഞങ്ങൾക്ക് അറിയാത്ത പോയിന്റ് വല്ലതും പുള്ളി അത് മിക്കവാറും കിട്ടുകയല്ല. നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെയാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിയാം. ദൈവത്തിന്റെ മകത്ത് വിശേഷിച്ച് കൂട്ടാലക്കാർക്ക് എല്ലാ കാര്യവും പിന്നെ നല്ലതുപോലെ അറിയാം. സ്തോത്രം. ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. അപ്പൊ എന്തായാലും കൊള്ളാം, ഏറ്റവും ശ്രേഷ്ഠമേറിയ കൽപ്പന അവന് സ്നേഹമാണ്. അതവിടെ നിൽക്കട്ടെ. ദൈവസ്നേഹം ചീർക്കുന്നില്ല, നിഗളിക്കുന്നില്ല. ദൈവസ്നേഹത്തിന്റെ ഒരു പ്രത്യേകത പറയാം. ഒരിക്കലൊരു ദൈവദാസൻ പറഞ്ഞു, കടമെടുക്കുക എന്റേതല്ല, കടവാ. കൂടുതലും കടവാ. പിന്നെ കൂടുതലും കടവാ. അല്ലാതെ പറയുന്നതിനും ബുദ്ധിമുട്ടൊന്നുമില്ല. ചെല്ലി പറയാനുണ്ട്, ഇപ്പൊ കിട്ടിയതാണ്. അങ്ങനെ കിട്ടുകയല്ല. നേരത്തെ ഇത് പുസ്തകം വായിച്ചെങ്കിലേ കിട്ടുകയുള്ളൂ. നേരത്തെ പ്രാർത്ഥിക്കുകയും ചെയ്യണം, പുസ്തകം വായിക്കുക. എന്റെ അനുഭവം പറയാം കേട്ടോ. നിങ്ങൾ അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയുന്നത് അപാകതയുണ്ട്, ക്ഷമിച്ചേക്കണം. അത് വെച്ച് എന്നെ ഒതുക്കാൻ നോക്കരുത്. വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് മെസ്സേജുകൾ വാക്യങ്ങളൊക്കെ ചേർത്ത് കോർത്തിണക്കി വെക്കും. എന്നിട്ട് യോഗസ്ഥലത്തൊക്കെ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വിഷയം പ്രസംഗിക്കാൻ ഉള്ള ഉദ്ദേശത്തിനാ ചെല്ലുന്നെങ്കിലും ചിലപ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രേരണ, ഇന്ന് ആ വിഷയം സംസാരിക്കേണ്ട, ഇന്ന വിഷയം സംസാരിക്കാം. അങ്ങനെയൊക്കെയാ എനിക്ക് എന്റെ അനുഭവം. നിങ്ങളുടെ അനുഭവം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ദൈവത്തിന്റെ മഹത്വം. പല വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കാം. എന്തായാലും കൊള്ളാം, നേരത്തെ ഇത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം, നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അന്നേരം ആ സന്ദർഭം അനുസരിച്ച്, നടത്തിപ്പനുസരിച്ച് ദൈവം ആലോചന നൽകും. ചിലപ്പം വരുന്ന എല്ലാവർക്കും പ്രയോജനമാകില്ലെങ്കിലും ഒരാൾക്കത് വിടുതലായിരിക്കും. ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ്. അതുകൊണ്ടാണല്ലോ കർത്താവ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൈവവചനം ശുശ്രൂഷിച്ച് അവസാനം സന്ധ്യയായപ്പോൾ യേശു പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അക്കരയ്ക്ക് പോകാമെന്ന് യേശു പറഞ്ഞപ്പോൾ എന്തിനാ അക്കരയ്ക്ക് പോകുന്നെന്ന് ശിഷ്യന്മാർക്ക് പിടികിട്ടിയില്ല. പക്ഷെ കർത്താവിനറിയാം അക്കരയ്ക്ക് പോകുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ദീർഘവർഷങ്ങളായി പിശാചിനാൽ പിടിക്കപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ അക്കരയുണ്ട്. അവന്റെ വിടുതലിന് വേണ്ടിയാ യേശു അക്കരയ്ക്ക് പോകുന്നത്. ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ്. ഇന്ന് രാത്രി ഈ താണിക്കാട്ടെ ഭവനത്തിന്റെ അങ്കണത്തിൽ നടക്കുന്ന ഈ പ്രാർത്ഥന എല്ലാവർക്കും ഒരു പക്ഷേ വിടുതലായി പരിണമിച്ചില്ലെങ്കിലും ഒരു വ്യക്തി വിടുതൽ പ്രാപിക്കുന്നെങ്കിൽ ഈ യോഗം വിജയമാണ്. ഈ ചെലവഴിച്ചതും ചെലവാക്കിയതും ബന്ധപ്പെട്ടതും ഇതിന്റെ പിൻപിൽ അധ്വാനിച്ചതും അധ്വാനിക്കുന്നവർക്കും അത് അനുഗ്രഹമാണ്. ദൈവത്തിന് മകത്ത് ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ മതി, ഒരാൾ യഥാസ്ഥാനപ്പെട്ടാൽ മതി, ഒരാൾ മടങ്ങി വന്നാൽ മതി, ഈ യോഗം വിജയമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ സ്നേഹം. അപ്പൊ ആ ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത്, ഈ ശരിയായ ദൈവസ്നേഹം നമ്മുടെ അകത്തില്ല, പലരുടെ അകത്തില്ല. വാസ്തവമായ ദൈവസ്നേഹം ഇല്ല.
കടവാന്നേ. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വാസ്തവമായ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലില്ല, പലരുടെ ഉള്ളിലില്ല. പിന്നെ സ്നേഹം പോലെ ഉള്ളൊരു സാധനം എല്ലാവരുടെയും കയ്യിലുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ട്, ഉണ്ട്. ഇരിപ്പ് കാണുമ്പോൾ അറിയാം. വാസ്തവമായ ദൈവസ്നേഹം നമ്മുടെ കയ്യിലില്ല, എന്നാൽ സ്നേഹം പോലെ ഒരു സാധനം എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പം അദ്ദേഹം അതിന് കൊടുത്ത പേര്, എന്റേതല്ലേ, കടവാന്നേ. അപ്പൊ അദ്ദേഹം അതിന് കൊടുത്ത പേരാണ് ഇഷ്ടം. ഇഷ്ടം അത് ദൈവസ്നേഹമല്ല, ഇഷ്ടം. ദൈവസ്നേഹത്തിന്റെ ഇഷ്ടത്തിന്റെയും പ്രത്യേകത തരംതിരിച്ചാൽ, ഇഷ്ടത്തിന്റെ പ്രത്യേകത എന്നോട് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടം, നിങ്ങളോട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കും ഇഷ്ടം. ചിലര് പറയുന്നത് കേട്ടില്ലേ, ഓ പുള്ളിക്ക് എന്നെ ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. അത് ദൈവസ്നേഹമല്ല. പുള്ളിയെ എനിക്ക് ഇഷ്ടമല്ല, അല്ല പുള്ളിക്ക് എന്നെ അങ്ങനെ വലിയ ഇഷ്ടമല്ല, അത് ദൈവസ്നേഹമല്ല. എന്നെ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഇഷ്ടപ്പെടുന്നു, നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, അത് ദൈവസ്നേഹമല്ല. എന്നാൽ ദൈവസ്നേഹത്തിന്റെ വിശേഷത മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ, എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെടും, നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും നിങ്ങൾ സ്നേഹിക്കും. അതാണ് ദൈവസ്നേഹം. അതിന് ഏറ്റവും വലിയ തെളിവ് ദൈവത്തിന്റെ സ്നേഹം. അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്, ഈ ദൈവസ്നേഹം നമ്മുടെ അകത്ത് വന്നാൽ, ദൈവസ്നേഹത്തിന്റെ ഒരു വാക്ക് പോലെ, ബാക്കി അവൻ പറയും നിന്നെ പറ്റി, നീ വാക്കൊന്നും പറയണ്ട, അവൻ പറയും. ദൈവസ്നേഹം പാടിയത് കൊണ്ടൊത്തില്ല, സ്നേഹത്തെ പറ്റി 1 മണിക്കൂർ പ്രസംഗിച്ചത് കൊണ്ടും. എന്താണ് സ്നേഹം, സ്നേഹം എങ്ങനെ ഇരിക്കുന്നു, സ്നേഹത്തിന്റെ നിർവചനം, സ്നേഹത്തിന്റെ മൂലഭാഷ, സ്നേഹത്തിന്റെ ഗ്രീക്ക് നല്ലതാ, പക്ഷെ സ്നേഹിക്കുന്നില്ല. അപ്പം സ്നേഹത്തിന്റെ വിശേഷത, ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത. ഒരു വ്യക്തിയിൽ ദൈവസ്നേഹം വന്നെന്ന് എങ്ങനെ അറിയും? അതിനൊരാൾ പറഞ്ഞിരിക്കുന്നത്, ഒരു വ്യക്തിയിൽ ദൈവസ്നേഹം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്, ദൈവസ്നേഹം അകത്ത് വർദ്ധിക്കും തോറും കൊടുക്കാൻ തോന്നും. ദൈവസ്നേഹം കൂടും തോറും കൊടുക്കാൻ തോന്നും, കൊടുക്കാൻ. നമുക്ക് ദൈവസ്നേഹം കൂടുന്തോറും എടുക്കാനാ തോന്നുന്നത്, അല്ലേ? പറഞ്ഞ സ്വോത്ര കാഴ്ച എടുക്കാനാ പറയുന്നത്, അല്ലേ? സ്വോത്ര കാഴ്ച ഒരാള് എടുത്തോണ്ട് അങ്ങ് വീട്ടിൽ പോയി, പുള്ളിയോട് ചോദിച്ചു, എന്നെ എടുക്കാനാന്നല്ലോ പുള്ളി പറഞ്ഞത്. എടുത്തോണ്ട് പുള്ളി പറഞ്ഞു, വണ്ടി നേരത്തെ പോയി, എനിക്ക് പോണം. ദൈവസ്നേഹം ഒരു വ്യക്തിയുടെ അകത്ത് വർദ്ധിച്ചാൽ, ഉണ്ടെങ്കിൽ അവനെ കൊടുക്കാൻ തോന്നും. എന്തെങ്കിലും ഒന്ന് കൊടുക്കാനല്ല, ഏറ്റവും നല്ലത് കൊടുക്കാൻ തോന്നും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങൾക്കറിയാം, യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അർത്ഥം ഇത്രയേ ഉള്ളൂ, യഹോവയായ ദൈവം, സർവജ്ഞനായ ദൈവം മനുഷ്യവർഗത്തെ സ്നേഹിച്ചു. തന്റെ സൃഷ്ടിയുടെ മണിമകടമാകുന്ന മനുഷ്യവർഗത്തെ ദൈവം സ്നേഹിച്ചു. മനുഷ്യജാതിയെ ദൈവം സ്നേഹിച്ചു. ദൈവം സ്നേഹമാണ്. ആ സ്നേഹമായ ദൈവം മനുഷ്യവർഗത്തെ സ്നേഹിച്ചു. സ്നേഹിച്ചപ്പോൾ പിതാവായ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ആമൻ ഉരുത്തിരിഞ്ഞ ആഗ്രഹം, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ പ്രിയപ്പെടുന്ന ഈ മനുഷ്യജാതിക്ക് എന്തെങ്കിലും കൊടുക്കണം. എന്തെങ്കിലും ഒന്ന് കൊടുത്ത് ഉരുട്ടിപ്പരട്ടി അവരെ ഒതുക്കാനല്ല ദൈവം ചിന്തിച്ചത്, ഏറ്റവും ശ്രേഷ്ഠമായതിനെ കൊടുക്കണം. അതുകൊണ്ടാണ് തന്റെ ഓമന കുമാരനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത്. അപ്പോൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവസ്നേഹം ഒരു വ്യക്തിയുടെ അകത്ത് വ്യാപരിച്ചാൽ ഏറ്റവും നല്ലതിനെ കൊടുക്കുവാൻ ആഗ്രഹിച്ചു. തന്റെ ഏകജാതനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. അതാ ദൈവസ്നേഹം. നമുക്കും ദൈവസ്നേഹം ഉണ്ട്. കൊടുക്കാൻ തോന്നിയിട്ടുണ്ടോ? ദൈവസ്നേഹത്തെ പറ്റി പാടുകയും പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും എന്ന സഹോദരങ്ങൾ തമ്മിൽ അതിന് തർക്കം ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ട്. പുള്ളി IPC, മറ്റേ പുള്ളി അസംബ്ലീസ് ബോർഡ്, അപ്പുറത്തെ പുള്ളി ചർച്ച കൂടുതല്, ഇളയ പുള്ളി ഷാരോനില്, തള്ളയൊരെണ്ണം TPM-ല് എന്ന് വെല്ലുവിളിക്കുക. വാക്കത്തി അടുച്ചോണയുണ്ട്, നീ ഇവിടെ കുറ്റിയിട്ടാൽ നിന്നെ ഞാൻ ഞായറാഴ്ച സഭാകുളി വന്ന് പാടുക. സ്നേഹത്തിന് ആഴവും നീളമതി. എഴുന്നേറ്റ് പോകണ്ട, ഇന്നിപ്പോ ഇവിടെ ഇരിക്കേ, നമുക്കിത് കഴിഞ്ഞേച്ച് പോകാം. വലിയ സുഖമായിട്ട് വരികയില്ല, എന്നാലും ഇരിക്കേ, വന്നതല്ലേ.
ദൈവസ്നേഹം ഒരു വ്യക്തിയുടെ അകത്ത് വന്നാൽ കൊടുക്കാൻ തോന്നണം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാ, കൊടുക്കണം. എന്തോ കൊടുക്കണം. ദൈവത്തിന് ആരുടെ പൈസയൊന്നും വേണ്ട. പുള്ളി ഗതികേട് പിടിച്ച ആളല്ല. ധനവും മാനവും പുരാതന സമ്പത്തും അവിടുത്തെ പക്കലുണ്ട്. പൈസയൊന്നും വേണ്ട. എന്നാ 2 പൂവൻ കോഴിയെ കൊടുക്കാം. വേണ്ട, കാട്ടിലെ 1000 കാട്ടുകോഴി. എന്നാ നിന്റെ 2 പൂവൻ. കാട്ടുകോഴി ഇഷ്ടം പോലെയാ. കാട്ടിലോട്ട് ചെന്ന് അതെല്ലാം ദൈവത്തിന്റെ അല്ലേ. കാട്ടിലെ 1000 ജന്തുക്കള്. നിന്റെ ആടിനെ ഒന്നും ദൈവത്തിന് വേണ്ട. കാളക്കിടാവിനെയും വേണ്ട. പശുവിനെയും ദൈവത്തിന് വേണ്ട. സ്തോത്രം. ദൈവത്തിന് ഞാൻ 10 സെന്റ് സ്ഥലം കൊടുത്തു. അയ്യോ, പിന്നെ പുള്ളി ലക്ഷം വീട്ടിൽ കിടക്കുകയായിരുന്നു. പുറമ്പോക്കില് ദൈവം. പുള്ളി അതിലെ പോയപ്പോൾ അയ്യോ ദൈവം ആണല്ലോ പുറമ്പോക്കി കിടക്കുന്ന. എന്നാ വാ ദൈവമേ 10 സെന്റ് സ്ഥലം. ദൈവത്തിന് ആരുടെ സ്ഥലം വന്നു? ഈ ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാ. പിന്നെ നിന്റെ 10 സെന്റ് അല്ല. ഈ 10 സെന്റ് സ്ഥലം സഭയ്ക്ക് കൊടുത്ത പുള്ളി പിന്നെ ശീലാന്തിയിലേ വിളിക്കുള്ളൂ. പുള്ളിയാ പിന്നെ സഭ നിയന്ത്രിക്കുന്നേ. നമ്മൾ അത് സഭയ്ക്ക് സ്ഥലം കൊടുത്താച്ചാന താഴെ ഇരിക്കുകയല്ല. ഇല്ലല്ല, പുള്ളി മേളി ഇരുന്ന് ചരട് പുള്ളിയുടെ ഇല്ല. മിണ്ടുന്നില്ലല്ലോ ആരും. അല്ല, മിണ്ടണ്ട. എന്തിനാ വെറുതെ മിണ്ടണ്ട. ദൈവത്തിന് ആരുടെയും വസ്തു വേണ്ട. ദൈവത്തിന് ആരുടെയും പൈസയും വേണ്ട. ദൈവത്തിന് ഭൗതിക വസ്തുക്കളും വേണ്ട. ദൈവത്തിന് നിന്നെ ആവശ്യം. ഇന്ന് രാത്രി നിന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഇന്ന് രാത്രി എന്നെ അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. എന്നെ അങ്ങോട്ട് തരികയാ. അവിടുത്തെ തിരികിതം എന്റെ ജീവിതത്തിൽ നിറവേറണമെന്ന് ആര് സമർപ്പിച്ച് പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി ദൈവം അനുഗ്രഹിക്കും. കർത്താവിന്റെ മഹത്വം. അപ്പോൾ ദൈവസ്നേഹം ഒരു വ്യക്തികളെ അകത്ത് വന്നാൽ കൊടുക്കാൻ തോന്നും. ആട്ടെ, ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാ. അപ്പോൾ പ്രധാനപ്പെട്ട കൽപ്പന ദൈവസ്നേഹമാണ്. എന്നാൽ ഇവിടെ സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുക, കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ദൈവകൽപ്പന പ്രമാണിച്ചാൽ, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാൽ, ദൈവത്തിന്റെ കൽപ്പന അംഗീകരിച്ചാൽ, ദൈവത്തിന്റെ കൽപ്പന ആചരിച്ചാൽ നിനക്കും നിന്റെ കുടുംബത്തിനും ഒരു ദോഷവും വരികയില്ല. നിങ്ങൾ ആ പുസ്തകം പഠിച്ച് ദൈവകൽപ്പന ദൈവാലോചന അനുസരിച്ചവർക്കെല്ലാം വിടുതലുണ്ടായിട്ടുണ്ട്. 1-2 കാര്യങ്ങള് വചനത്തിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കാം. വായിച്ച് അറിവുള്ള ഭാഗമാ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 50-51 തിരുവെടുത്തൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 50-51 തിരുവെടുത്ത് ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. മയക്കിക്കൂടെ. യഹോവ മോശയോടും അഹരോനോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു. അന്ന് തന്നെ യഹോവ ഇസ്രായേൽ മക്കളെ ഗണമായി മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു. ഒന്നുകൂടെ വായിച്ചു. യഹോവ മോശയോടും അഹരോനോടും കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു. മതി. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. ഇവിടെ വായിക്കുന്നത് യഹോവ മോശയോടും അഹരോനോടും കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. നിങ്ങൾക്ക് ഇതിന്റെ പശ്ചാത്തല ഭാഗം ദൈവമക്കൾക്കറിയാം. വിശേഷിച്ച് കർത്താവിന്റെ ദാസന്മാർ ഇതൊക്കെ നന്നായിട്ട് വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുന്നവരുമാണ്. അതുകൊണ്ട് എന്തെങ്കിലും അപാകത വന്നാൽ നിങ്ങൾ അങ്ങ് ക്ഷമിക്കണം. മറ്റുള്ളവരെ കൂടെ ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത്. അപ്പോൾ കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. യഹോവ മോശയോടും അഹരോനോടും കൽപ്പിച്ചതുപോലെ അവര് ചെയ്തു. എന്തുവാ കൽപ്പിച്ചത് വിസ്തരിക്കാൻ സമയമെടുക്കുന്നില്ല. ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ അടിമകളായി പാർക്കുക. യോസഫിന്റെ കാലത്ത് ഇവര് മിസ്രയീമിലെത്തി. ഗോശേൻ ദേശം അവകാശമായി കിട്ടി. 70 പേര് മിസ്രയീമിലെത്തി. അവരന്ന് ആൾ ചുരുങ്ങിയവരെന്ന സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്നത്. പക്ഷെ ദൈവം ഈ ജനത്തെ വർദ്ധിപ്പിച്ചു. പീഡ വർദ്ധിക്കും തോറും ജനം വർദ്ധിച്ചു വരികയാ. ഒടുവിൽ ഇവരെ അറിയാത്ത ഒരു രാജാവ് മിസ്രയീമിൽ എഴുന്നേറ്റു. ശക്തമായ പീഡ അഴിച്ചുവിട്ടു. ഇഷ്ടികയുടെ എണ്ണം കൂട്ടി വൈക്കോല് കൊടുക്കാനായി ഇവരുടെ ജീവനെ മിസ്രയീമിൽ കൈപ്പാക്കി. ഇതിന് തിരികിതമുണ്ടായി. ഉദ്ധാരകനായിട്ട് ദൈവം മോശയെ തെരഞ്ഞെടുത്തു. ഈ മോശയെ ദൈവം വിളിക്കുന്നതൊക്കെ പ്രത്യേക നിലയില്ല. ദൈവത്തിന് സ്തോത്രം. മുളിപ്പറപ്പ് തീ കൊണ്ട് കത്തുന്നു, ചാമ്പലാകുന്നില്ല. ഈ കാഴ്ച കണ്ട മോശ അത്ഭുതപ്പെട്ടു പോയി. തമ്പുരാൻ പറഞ്ഞു കയറി വരാൻ പറഞ്ഞു. കയറി അങ്ങോട്ട് എന്ന് പറഞ്ഞു. കാലേ കിടക്കുന്ന ചെരുപ്പ് അഴിച്ചു ദൂരെ കളയാൻ പറഞ്ഞു. മോശ ചെരുപ്പ് അഴിച്ചെന്ന് ഇറങ്ങി. അതെന്തിനാന്ന് ചോദിച്ചാൽ പിന്നീട് നമുക്ക് മനസ്സിലാകും. മേളിൽ ചെന്നപ്പോ തമ്പുരാൻ ചുറ്റും കയ്യിൽ എന്തുവാന്ന് ചോദിച്ചു. കയ്യിൽ ഒരു വടി താഴെ ഇടാൻ പറഞ്ഞു. താഴോട്ടിട്ടപ്പോ പാമ്പ്. മോശ ഓടി. ഇപ്പൊ സ്പീഡിൽ ഓടാൻ പൊക്കത്തില്ല. കാരണം കാലേ തമ്പുരാൻ അറിയാം ഇവൻ ഓടുന്ന ടൈപ്പാണ്. അതിനാ നേരത്തെ ചെരുപ്പഴിച്ച് ദൂരെ കളഞ്ഞത്. ചെരുപ്പുണ്ടെങ്കിൽ ഇവനോട് ഉഷ പോലും ഇവന്റെ ഒപ്പം
ഓട്ടത്തിൽ വിരുദ്ധന. കാരണം മിസ്രൈമിനെ അടിച്ചു കൊന്ന ഒറ്റ ഓട്ടം ഓടി മിദ്യാനിയാവുന്നത്. അപ്പൊ ഓട്ടത്തിൽ നമ്പർ 1 അത് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് തമ്പുരാൻ കണ്ട ഉടനെ പറഞ്ഞ് ചെരുപ്പം കളഞ്ഞേക്കാം. വടി താണ്ടോട്ടിട്ടപ്പോ പാമ്പ്. ഓടണ്ട. പാമ്പിനെ പിടിക്കാൻ പറഞ്ഞു. എവിടാ പിടിച്ചത്? വാലെ പിടിച്ചു. പാമ്പിന്റെ വാലെ പിടിച്ചു നോക്കി. അപ്പം വാലിന്റെ ഭാഗം മേളിലും തലയുടെ ഭാഗം താഴെ. അപ്പം വടിയായി. അപ്പം തലയുടെ ഭാഗം താഴെ, വാലിന്റെ ഭാഗം. അങ്ങനെ ആ വടി പിടിക്കേണ്ടത്. പക്ഷെ പലരും നേരെ തിരിച്ചായി ഇപ്പൊ പിടിക്കുന്നത്. മനസ്സിലായി? അപ്പൊ എന്തായാലും കൊള്ളാം. മോശ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. ദൈവം മോശയെ ശുശ്രൂഷയ്ക്ക് വേർതിരിക്കുക. തമ്പുരാനോട് മോശ പറഞ്ഞു, ഞാൻ പോകാൻ ഒക്കത്തില്ല, തടിച്ച നാവും വിക്കനുമൊക്കെയാണ്. വിക്കന ഈ മോശയെ പറ്റി പറയുന്നത് ജനിച്ചപ്പം വിക്കില്ലായിരുന്നെന്നാണ്. അപ്പൊ ഒരാള് പറഞ്ഞു ജനിച്ചപ്പം വിക്കില്ലായിരുന്നു, പിന്നെ കല്യാണം കഴിഞ്ഞേ പിന്നെ വിക്കുന്ന. ഏതാണ്ട് അതിനാ സാധ്യത. കാരണം അപ്പോസ്തലപ്രവൃത്തി 7:28-22 മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായെന്ന. അപ്പൊ ജനനത്തിലും വളർച്ചയിലും വലിയ വിക്ക്, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനാണ്. പിന്നെ വിക്കുണ്ടായത് കല്യാണം കഴിഞ്ഞ പിന്നെ ചിലരുടെ വാദം ഏതാണ്ട് ശരിയാകാൻ സാധ്യതയുണ്ട്. കാരണം അടിച്ചു വന്ന് ചോടിച്ചെന്ന് സിപ്പോറയെ കിട്ടി. ദത്ത്. അപ്പൊ ദത്തായതുകൊണ്ട് പുള്ളി അന്ന് എല്ലാത്തിനും കയറി ഏക്കുന്ന ആളാണ്. അപ്പൊ ദത്ത് നിൽക്കിയായതുകൊണ്ട് ആ വീട്ടിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വരുമ്പോ പുള്ളി കയറി പറയാൻ പറ്റും. അപ്പച്ച എന്ന് പറഞ്ഞ അമ്മായി ഇപ്പൊ പറയും, ഞാനിവിടെ ഉണ്ട്, നീ ദത്തല്ലേ. പിന്നെ ഇവൻ എന്തെങ്കിലും പറയാൻ സിപ്പ് എത്രയാന്ന് പറഞ്ഞാൽ ദത്ത് നിന്നാൽ അതിന്റെ ക്ഷീണമുണ്ട്. ദത്ത് നിൽക്കുന്ന ഒരു പിണങ്ങി പോകണ്ട, ഇവിടെ നിൽക്കേ, അതിൻ്റെ ക്ഷീണമുണ്ട്. അപ്പൊ ഈ എന്തെങ്കിലും പറയുമ്പോ ഇവര് വില ഇങ്ങനെ ഇങ്ങനെയൊക്കെ പിക്കായെന്ന ആയിക്കോട്ടെ. എന്തായാലും അവനെയും ദൈവം തെരഞ്ഞെടുത്തേച്ച് പറഞ്ഞു, നീ ഫറവോന്റെ അടുക്ക ചെല്ലണം, എന്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കാൻ കൽപ്പിക്കണം. അപ്പോൾ ദൈവം തമ്പുരാനോട് മോശ ചോദിച്ചു, സ്തോത്രം, ഞാൻ അവിടെ ചെല്ലുമ്പോ ഫറവോൻ ചോദിക്കും ആരാ നിന്നെ വിട്ടെന്ന്. അപ്പൊ പറയും ദൈവം വിട്ടെന്ന്. അപ്പൊ പുള്ളി ന്യായമായിട്ട് ചോദിക്കും, നിങ്ങളുടെ ദൈവത്തിന്റെ പേരെന്താന്ന് ചോദിക്കും. അപ്പം പേര് പറയണമല്ലോ. അപ്പൊ തമ്പുരാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാനാകുന്നവൻ അങ്ങനെ അങ്ങ് പറഞ്ഞേക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാനാകുന്നവൻ ഞാനാ. ഇത് ഫറവോനോട് പറയണം, ഞാനാകുന്നവൻ ഞാനാകുന്നു. അതെന്താ അങ്ങനെ പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഒരു ചെറിയ ചിന്ത പറയാം. ഞാനാകുന്നവൻ ഞാനാകുന്നു. അതിന്റെ അർത്ഥം ഇതാ. ഇപ്പൊ ഉദാഹരണമാണ്. ഭാര്യയും ഭർത്താവും മക്കളും ജീവിക്കുന്നു. ഭർത്താവ് ദൂരയാത്ര പോയല്ലേ, ജോലിക്ക് കുളത്തിൽ താമസിച്ചാതിരുന്നത് എന്ന് കരുതുക. പഴയ രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇന്നല്ലേ കറണ്ടുമൊക്കെ സുലഭമായത്. റാന്തല വിളക്ക് കത്തിച്ച് തിരിയൊക്കെ താഴ്ത്തി അമ്മ കാത്തിരിക്കുക ഭർത്താവിനെ, അപ്പനെ. മക്കളൊക്കെ പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്നു. അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുക, ഉറക്കളച്ചിരിക്കുക. അല്ലെ ചിലത് ചെറുതായിട്ടൊന്ന് മയങ്ങിയെന്ന് വിചാരിച്ചു. അപ്പോൾ പാദയാത്രയായപ്പോൾ അപ്പം വന്നു. ഒന്നേ കഥകെ മുട്ടി. ഇപ്പോഴാണ് കോളിംഗ് ബെല്ലുണ്ട്. പണ്ടൊക്കെ കഥകെ മുട്ടുമ്പോൾ അകത്തിരുന്ന് അമ്മ ചോദിക്കും, ആരാ? പേടിച്ചാലും ശബ്ദം കൂടും, ധൈര്യം ഉണ്ടെങ്കിലും പിന്നെ അത് ശബ്ദം കേൾക്കുമ്പോൾ അറിയാം പേടിച്ചാണോ ധൈര്യത്തിന്റെയാണോ. ഇത് ട്യൂണിങ്ങിലറിയാം. ആരാ? ഉടനെ അപ്പൻ തിന്നെന്ന് പറയാ, ഞാനാ. ഉടനെ അകത്തിരുന്ന് അമ്മ ചോദിക്കാം, ഏത് ഞാൻ? അങ്ങനെ എങ്ങാനും നീ ചോദിച്ചാൽ പുള്ളി ആരാന്ന് വെളുക്കുന്നതിന് മുന്നേ നീ അറിയും. കാരണം കൂടെ താമസിച്ച കുഞ്ഞുഞ്ഞ്, 10-30 കൊല്ലമായിട്ട് കൂടെ താമസിച്ച കുഞ്ഞുഞ്ഞ് രാത്രി വന്ന് തിണ്ണേ നിന്ന് ഞാനാന്ന് പറയുമ്പോ കുഞ്ഞന്നാമ്മ അകത്തിരുന്ന് ചോദിക്കുക, ഏത് ഞാനെന്ന് അങ്ങനെ ചോദിച്ചാൽ കുഞ്ഞുഞ്ഞാരാന്ന് കുഞ്ഞന്നാമ്മ ഇത് തന്നെ അവിടെ പറഞ്ഞു. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ എടാ ഫറവോനെ, സത്യദൈവത്തെ ഭജിക്കുവാനും ആരാധിക്കുവാനും ജീവനുള്ള ദൈവത്തെ സേവിക്കുവാനും സ്നേഹിപ്പാനും ഭജിപ്പാനും നീ ഈ ജനത്തെ വിട്ടു തന്നില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയാൻ പോവുക. ഇതൊക്കെ മോശ പറഞ്ഞു. ഈ പ്രാരംഭത്തിൽ ജനത്തെ ആരാധനയ്ക്ക് വിട്ടുതരാൻ പറഞ്ഞിട്ട് ഫറവോൻ കൊടുക്കുന്നില്ല. ഓരോരോ ബാധ ദൈവം അയച്ചു. പല ബാധ അയച്ചു. ഞാൻ എപ്പോഴും പറയും പല ബാധ. അതിലൊരു ബാധയാ തവള. ഇന്നാളെ ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്, തവളയെ കൊണ്ടങ്ങ് പൊറുതിമുട്ടി. തോട്ടിലും കായലിലും സമുദ്രത്തിലും കുളത്തിലും നൈൽ നദിയിലും ഒക്കെ കിടന്ന തവള കരക്കോട്ട് കയറി ശല്യമുണ്ടാക്കി. ഇസ്രായേൽ ദേശം മുഴുവൻ തവളയെ കൊണ്ട് പൊറുതിമുട്ടി. ബെഡ്റൂമിൽ തവള
ബെഡ്റൂമിൽ കയറിയെന്ന പറവന്റെ പള്ളിയറയ്ക്കകത്ത് കയറിയെന്ന ബെഡ്റൂമിൽ തവള, അടുപ്പിൽ തവള, കലത്തിൽ തവള, സിംഹാസനത്തിൽ കസേര ചെന്ന അവിടെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടും. നമ്മൾ ഓർക്കും തവളയാ, ഇത് തവളയാ, ആത്മാവല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞെട്ടുന്ന കണ്ടിട്ടില്ലേ? തവളയാ. നിങ്ങൾ ഇതിന്റെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരനക്കമില്ല, അങ്ങനെ ഇരിക്കുമ്പോൾ തവളയാ. അപ്പൊ ഈ തവളയെ കൊണ്ട് കണ്ടമാനം പൊറുതിമുട്ടി. തവളയെ കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ മോശ പറവോ പറഞ്ഞു, നമുക്കൊരു യോഗം വെക്കണം. അതിനാ തവള ആരെ വിളിക്കണം? ആ മോശ ഉപദേശിയെ വിളിക്കാൻ പറഞ്ഞു. ആള് വിട്ടു മോശയ്ക്ക്. എന്റെ ചിന്ത, മോശ ആശയോട് ഓടി വന്ന് ആട്ടെ ഈ കൈക്കങ്ങളിൽ പുള്ളി രക്ഷിക്കപ്പെടുമല്ലോ. മോശ ആഗ്രഹത്തോടെ വന്ന് ചോദിച്ചു, എന്നെ വിളിച്ച എന്നെ? പുള്ളി പറഞ്ഞു, തവള മാറാൻ പറഞ്ഞു. എന്നിട്ട് രക്ഷിക്കപ്പെടാൻ താല്പര്യമില്ല, കൃപയിൽ വരാൻ താല്പര്യമില്ല, തവള മാറാൻ പ്രാർത്ഥിക്കണം. മോശ ചിന്തിച്ച് കാണും, ഏതായാലും വന്നു പോയി തവളയാന്ന്, തവള പേനാന്ന് പേൻ. അപ്പൊ മോശ ചോദിച്ചാട്ടെ, ഈ തവള എപ്പ പോകണം? ഉടനെ പറവൻ പറയാ, നാളെ പോയാ അങ്ങനെ എഴുതിയേക്കണം, നാളെ. അപ്പൊ പിന്നെ ഇന്നോ? ഇന്ന് തവളയുടെ കൂടെ. വിടുതൽ പ്രാപിക്കേണ്ടവൻ നാളെ നല്ല പറയേണ്ടത്. ഇന്ന് രാത്രി സുപ്രസാദ ഗാനമാണ്. ഈ രാത്രി രക്ഷാ ദിവസമാ. ഇന്ന് രാത്രി നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രമാ രക്ഷകൻ. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ചകാഴ്ചകൾ കൊണ്ടോ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടൊന്നും ഒരുവൻ നിത്യതയിൽ എത്തത്തില്ല, രക്ഷിക്കപ്പെടത്തില്ല. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക. അപ്പൊ ഈ തവള മാറാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് മാനസാന്തരമില്ല. ഒടുവിൽ ദൈവം ഒരു വ്യവസ്ഥ വെച്ചു. ഒടുവിലത്തെ ബാധ സംഹാരബാധയാ. ഈ സംഹാരബാധയുടെ രീതി, പ്രകൃതി ആദിജാതന്മാരെ തകർത്ത് കളയാൻ പോവുക. ഏത് വീട്ടിൽ ആദിജാതന്മാരുണ്ടോ അവർ മാറ്റപ്പെടും. അപ്പോൾ ആദിജാതന്മാർ മാറ്റപ്പെടും. എന്നാൽ ഒരു പ്രമാണം, ഒരു കൽപ്പന കൊടുത്തു. ആദിജാതന്മാർ സംഹാരബാധയാൽ നശിച്ചു പോകാതിരിക്കാൻ ഒരു കൽപ്പന ദൈവം കൊടുത്തു. ആമേൻ. ഈ മാസം നിങ്ങൾക്ക് മാസത്തിന്റെ ആരംഭമായിരിക്കണം. ആബീബ് മാസം 1 മുതൽ മാസത്തിന്റെ ആരംഭമായിരിക്കണം. ആ 10-ാം തീയതി ഒരു ആട്ടിൻകുട്ടിയെ തെരഞ്ഞെടുക്കണം. 1 വയസ്സ് പ്രായമുള്ളത് ഊനമില്ലാത്തതും ആണുമായ ആട്ടിൻകുട്ടിയെ തെരഞ്ഞെടുത്ത് അത് 14-ാം തീയതി സന്ധ്യാസമയത്ത് ആട്ടിൻകുട്ടിയെ അറുത്ത് അതിന്റെ രക്തം ഒരു കിണ്ണത്തിലെടുത്ത് ഈ സോപ്പ് ചെടിയുടെ കെട്ടെടുത്ത് കിണ്ണത്തി മുക്കി കട്ടളക്കാർ രണ്ടിനും കുറുമ്പടിമേലും പുരട്ടണം. കാലിൽ ചെരുപ്പിട്ട് കയ്യിൽ വടിപിടിച്ച് അരമുറുക്കി കുഞ്ഞാടിനെ തീയിൽ ചുട്ട് കയ്പ് ചീരയോടുകൂടെ പുളിപ്പില്ലാത്ത അപ്പവും കൂടെ കൂട്ടിപ്പിടിച്ച് ഇതിനെ ഭുജിക്കണം. അന്ന് രാത്രി ആരും വെളിയിലിറങ്ങരുത്. കാരണം സംഹാരദൂതൻ അന്ന് രാത്രി ഓരോ ഭവനങ്ങളിലും അവൻ വന്ന് അവൻ പ്രവേശിക്കാൻ പോകുക. എന്നാൽ ഈ കൽപ്പന അനുസരിക്കുന്നത് ഏത് കൽപ്പന? കുഞ്ഞാടനെ അറുത്ത് ചോരത്തുള ആചരിക്കുന്ന ഒരു കുടുംബത്തിൽ പോലും സംഹാരകൻ കയറത്തില്ല, ഒരു കുടുംബത്തിൽ പോലും സംഹാരകൻ തൊടത്തില്ല. അവൻ ഈ കൽപ്പന കർക്കശമായ ഇസ്രായേൽ മക്കൾ മുഴുവൻ ദൈവം പറഞ്ഞ ഈ കൽപ്പന അനുസരിച്ചു. വീടൊന്നിന് ഒരു ആട്ടുകുട്ടി. സാധാരണ കണക്ക് പറയുന്നത് 6,33,351 ആട്ടുകൊറ്റനെ വേർതിരിച്ചെന്ന. കാരണം സംഖ്യാപുസ്തകത്തിൽ കുടുംബത്തിന്റെ ലിസ്റ്റ് ഇടുമ്പോൾ ഈ വിധത്തിൽ കണക്കുണ്ട്. വീടൊന്നിന് ആട്ടുംകുട്ടി. ആട്ടുംകുട്ടിയുടെ യോഗ്യത കൊണ്ട് കാണുന്ന ആടിനെയെല്ലാം പിടിച്ച് കണ്ടിക്കാനും വേർതിരിക്കാൻ പ്രമാണമില്ല. ആ ആട്ടുംകുട്ടിക്ക് യോഗ്യത കൊണ്ട് വായിച്ച് ആട്ടുംകുട്ടിയുടെ യോഗ്യത പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കാം. ആട്ടുംകുട്ടിയുടെ യോഗ്യത പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ. വായിര്. യഹോവ മേഘസ്തംഭത്തിലിറങ്ങി. എവിടെ? 12-ന്റെ 5. ഏത് പുസ്തകം ഇത്? പുറപ്പാടാ? എന്റെ കുറിയാക്കോസ് മാസ്റ്ററെ. 12-ന്റെ 5 പുറപ്പാട്. ആട്ടിൻകുട്ടി അല്ല, അതും കുഴപ്പമില്ല. വേദപുസ്തകത്തിൽ നാ വായിച്ചത് കുഴപ്പമൊന്നുമല്ല. ഇത് വായിച്ചു. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കും. 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. പിന്നെ അത് ചെമ്മരിയാടോ കോലാടോ? ആട്ടുകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതും ആണുമായിരിക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്കറിയാം. അറിയാത്തവരുടെ അറിവിന് പറയുക, ഈ ആട്ടിൻകുട്ടി ആരാന്ന് ചോദിച്ചാൽ ഇത് യേശു ക്രിസ്തുവിന്റെ നിഴലായിട്ട് നിൽക്കുക. ധന്യനായ പൗലോസ് പറഞ്ഞു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അവൻ മിസ്രയീം ദേശത്ത് ആബീബ് മാസം 10-ാം തീയതി വേർതിരിക്കപ്പെട്ട ഒരു ആട്ടിൻകുട്ടി. ഈ ആട്ടിൻകുട്ടിയെ അവൻ യേശു ക്രിസ്തുവിന്റെ നിഴല കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ സങ്കോചം കൂടാതെ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞാട്, ഈ വേർതിരിക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിന്റെ നിഴല. എന്തുവാ
കുഞ്ഞാടിന്റെ യോഗ്യത ഊനമില്ലാത്തതും ആണുമായിരിക്കണം, 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഊനമില്ലാത്ത, പാപമില്ലാത്ത, കളങ്കമില്ലാത്ത, അകൃത്യമില്ലാത്ത ഒരുവനേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശു ക്രിസ്തു. പാപം ചെയ്യാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേശാത്ത, പാപമില്ലാത്ത പരമവിശുദ്ധനായ ഒരുവനെയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. അവൻ എത്ര കോടതി മാറി മാറി വിസ്തരിച്ചു, യേശുവിൽ ഒരു കുറ്റവും കണ്ടില്ല. അവൻ പീലാത്തോസ് വെള്ളമെടുത്ത് കൈകൊണ്ട് കഴുകി വെച്ച് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് ഭംഗമില്ല. അവൻ നീതിയോടെ ജീവിച്ചവനായ യേശു. അവൻ പീലാത്തോസിന്റെ ഭാര്യ ദർശനത്തിൽ വിവശത കൊണ്ടായി വന്ന് പറഞ്ഞു, എല്ലാരെയും അവനെ വിധിക്കുന്നത് പോലെ ആ നീതിമാന ദോഷമായിട്ടൊന്നും പറഞ്ഞേക്കരുത്. അവന്റെ ഭാര്യയും പ്രസ്താവിച്ചു, യേശു നീതിമാനാ. ക്രൂശിൽ കിടന്ന് ദുഷ്പ്രവർത്തിക്കാൻ ഒരുത്തൻ മറ്റവനെ ചാദിച്ചു, ഉണ്ടാതിരിക്കണമെന്ന് പറഞ്ഞ് ആട് കയറിയിട്ട് ഒതുങ്ങുന്നില്ലല്ലോ. അങ്ങനെ എഴുതിയിട്ടില്ല, ആശയമത ഇല്ലേ? അല്ല, ആട് കയറിയിട്ട് ഒതുങ്ങാത്ത ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് ഇല്ലേ? വെള്ളപ്പൊക്കം വന്നു, ഒതുങ്ങി. ആ പൊങ്ങിയ സമയത്ത് ദൈവമേന്നൊക്കെ വിളിച്ചതല്ല. അത് കഴിഞ്ഞപ്പോ പിന്നെ ഇരട്ടി ശക്തിയോടാ വന്നത്. കോവിഡിന്റെ സമയത്ത് കോവിഡ് വന്നിട്ട് ഒതുങ്ങി, ആണി കയറി. കോവിഡ് വന്നിട്ട് ഒതുങ്ങിയോ? മിണ്ടുകയല്ല, ഒതുങ്ങിയില്ല. അന്നേരം ഉപവാസവും പ്രാർത്ഥനയും ചെയിൻ പ്രയറും പിന്നെ കുടുംബത്തിലുണ്ട്, കുടുംബക്കാർ തമ്മിൽ അതിനെ പറയുന്നത് വാട്സപ്പ് കൂട്ടായ്മ ഭയങ്കരമാണ്. ഒന്നിനൊന്നിനെ കണ്ടും കൂടാ. ഒതുങ്ങുന്നില്ലല്ലോ. ആണി കയറിയിട്ട് ഒതുങ്ങുന്നുണ്ടോ? മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല, മിണ്ടുകയല്ല. അങ്ങനെ മിണ്ടാഞ്ഞ എത്ര വട്ടം ആണി കയറി. ക്യാൻസർ ആ നിലക്ക് സൗഖ്യം വന്നത്, യേശു സൗഖ്യമാക്കി. ഒതുങ്ങുന്നുണ്ടോ? ബ്രെയിൻ ട്യൂമറിൽ നിന്നാ ദൈവം നിന്നെ പിടിപ്പിച്ചേ, എന്നിട്ടും സ്വഭാവത്തിൽ വലിയ വ്യത്യാസം കാണുന്നില്ലല്ലോ. മരണകരമായി വിപത്തിൽ നിന്നാ യേശു നിന്നെ രക്ഷിച്ചത്. അതിന് തക്കവണ്ണം മഹത്വം കരയേറ്റിയാണോ പലരും ജീവിക്കുന്നത്? ഒതുങ്ങുന്നില്ലല്ലോ. ഈ വരുമ്പോ ഒരു ചെറിയ പ്രയാസം ഉണ്ടെന്നേ ഉള്ളത്, കഴിയുമ്പോൾ ഇരട്ടി ശക്തിയോടെ. കോവിഡിന് എന്ത് ബുദ്ധിമുട്ടി ഇല്ലേ? എന്ത് ബുദ്ധിമുട്ടി. സ്വന്തം ഭാര്യ പടഞ്ഞു മരിക്കുമ്പോൾ അപ്പുറത്ത് റൂമിൽ ഇരുന്ന് കാണുക, ഒരു അന്ത്യചുംബനം കൊടുക്കാൻ പോലും ഒക്കുന്നില്ല. എന്നിട്ട് ഇപ്പോൾ ഒതുങ്ങുന്നുണ്ടോ? വേറെ കല്യാണം കഴിച്ചത് വേറൊരു വിഷയം. ഒതുങ്ങുന്നില്ല. എത്ര വട്ടം ആശുപത്രി പോയി? മിണ്ടാനൊക്കുന്നുണ്ടോ? കൈ കൊടുക്കാനൊക്കുന്നുണ്ടോ? ഇല്ല, ഒതുങ്ങുന്നില്ലല്ലോ. ഇതൊക്കെ വന്നിട്ടും ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ക്രൂശിക്കിടന്ന് ദുഷ്പ്രവർത്തിക്കാനും സാക്ഷിച്ചു, അവിടുന്ന് നീതിമാനാണ്. വഴി നടന്നു പോയ ശതാധിപനും നോക്കി നിന്നവരെല്ലാം പറഞ്ഞു, അവിടുന്ന് നീതിമാനാണ്. കാരണം അവിടുത്തെ തിരുമരണ സമയത്ത് ഭൂമി കുലുങ്ങി, പാറ പിളർന്നു, പാരി ഇളകി, ദൈവാലയത്തിന്റെ തിരശ്ശീല മുകളിൽ നിന്ന് താഴോട്ട് രണ്ടായിട്ട് ചീന്തി. ദൈവത്തിന് മഹത്വം. ആ കല്ലറകൾ തുറന്നു, പലരും പ്രത്യക്ഷപ്പെട്ടു. എന്ന് വേണ്ട അണ്ടകടാകം മുഴുവൻ അവൻ വല്ലാത്ത സ്ഥിതിയായി. ഭൂമി ആമൻ ഇളകി. അവൻ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. അവൻ 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്ത് കൂടിരുട്ടായി. ഈ കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ അവൻ നോക്കി നിന്നവരെ പറഞ്ഞു, വാസ്തവമായിട്ട് ഇവൻ നീതിമാൻ. അങ്ങനെ എല്ലാവരും സാക്ഷ്യപ്പെടുത്തിയ പരമവിശുദ്ധനാ ക്രിസ്തു. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. ശൂന്യകാരി പറഞ്ഞു, ഇവനത്രേ എന്റെ പ്രിയൻ, എന്റെ പ്രിയനോ വെണ്മയും ചുമപ്പുമുള്ളവൻ, അവിടുന്ന് 10,000 ശ്രേഷ്ഠൻ. എല്ലാവരുടെയും കൂടെ യേശുവിനെ കയറ്റി വെക്കരുത്. യേശു എല്ലാവരിലും വ്യത്യസ്തനാ. സ്തോത്രം. യേശുവിനെ തുലനപ്പെടുത്തുവാൻ വേറെ ആരെ കൊണ്ട് ഒക്കത്തില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെപ്പോലെ ആരാധ്യൻ ആരുമില്ല. അവൻ ടി കെ ശൗമേൽ സാറ് പാടിയൊരു വരിയുണ്ട്, ഇത്ര മഹാനായി ഉത്തമനായ ഒരുത്തൻ ഉലകിനില്ലെന്ന. അവൻ കലുഷത ലേശം കാണുന്നില്ല, അവൻ മനുഷ്യനിൽ എന്തുര ചെയ്തെന്ന. കലുഷതയില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. ആ ക്രിസ്തുവിന് നകല ഈ കുഞ്ഞാട്. ആ കുഞ്ഞാടിനെ ഇറത്ത് ചോരത്തളി ആചരിക്കണം. നിങ്ങൾക്കറിയാം, വിവരിക്കുന്നില്ല. ഇസ്രായേൽ മക്കളെ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞാടിനെ അറുത്തു. അതിന്റെ രക്തമെടുത്ത് കട്ടളക്കാരണ്ടിലും കുറുമ്പടി മേലും പുരട്ടി. അന്ന് രാത്രി അവൻ കൽപ്പന അനുസരിച്ചവർക്ക് മിസ്രയീമിൽ നിന്ന് ദൈവം ഒരു പുറപ്പാട് കൊടുത്തു. സംഹാരബാധയിൽ നിന്ന് അവരെ ദൈവം രക്ഷിച്ചു. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. എന്നാൽ ദൈവകൽപ്പന പ്രമാണിക്കാതെ, കുഞ്ഞാടനെ അറക്കാതെ, ചോരത്തളി ആചരിക്കാതെ അവൻ പിടിവാശിയോടിരുന്ന കുടുംബങ്ങളിൽ സംഹാരകൻ കയറി താണ്ഡവ നൃത്തമാടി ആദിജാതന്മാർ പെടുപെടാന്ന് മരിച്ചു വീണപ്പോൾ കൽപ്പന പ്രമാണിച്ച കുടുംബങ്ങളിൽ ജയത്തിന്റെ പാട്ടുയർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവകൽപ്പന പ്രമാണിച്ചാൽ, ദൈവകൽപ്പന അനുസരിച്ചാൽ, ഒന്ന് സംഹാരബാധയിൽ നിന്ന് ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും രക്ഷിക്കും.
ഒരു പക്ഷേ മാറാരോഗമായിരിക്കും, തീരാവ്യാധിയായിരിക്കും, കുടുംബത്തിന്റെ ശാപമാണെന്നൊക്കെ ചിലര് പറയും, പാരമ്പര്യത്തിന്റെ ശാപമാണെന്ന് പറയും. അതൊന്നും തർക്കിക്കാൻ ഇപ്പൊ ഞാനാണല്ല. എന്തുമാകട്ടെ, ഏത് ശാപമാകട്ടെ, ഏത് കുടുംബദോഷമാകട്ടെ, ഏത് പാരമ്പര്യ വിഷയമാകട്ടെ, ഏത് പാരമ്പര്യ കാര്യങ്ങളാകട്ടെ, അതിൽ നിന്ന് പിടിപ്പിക്കുവാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് ജീവിക്കുന്നുണ്ട്. ഒന്ന്, ദൈവകൽപ്പന പ്രമാണിച്ചാൽ സംഹാരബാധയിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കും. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കുകയില്ല. ചടിചടാന്ന് 1-2 വാക്യം കൂടെ വായിച്ച് നമുക്ക് വേഗത്തിലങ്ങ് നിർത്താം. ദൈവത്തിന് സ്തോത്രം. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. ഒന്ന്, ദൈവകൽപ്പന പ്രമാണിച്ചാൽ സംഹാരബാധയിൽ നിന്ന് ദൈവം നിന്നെ കുടുംബത്തെ രക്ഷിക്കും. സംഖ്യാപുസ്തകം വായിക്കേണ്ട 33 ചേർത്ത് വായിച്ചാൽ കൽപ്പന പ്രമാണിക്കാത്തവന്റെ വീട്ടിൽ അവന് ശവസംസ്കാരം നടക്കുകയായിരുന്നു പിറ്റേന്ന് രാവിലെ. എന്നാൽ കൽപ്പന പ്രമാണിച്ചവര് ജയത്തിന്റെ പാട്ട് പാടി മുൻപോട്ട് യാത്ര ചെയ്തു. കാരണം സംഖ്യാപുസ്തകം 33 അധ്യായത്തിൽ അങ്ങനെ മിസ്രയീമിലെ ശവോടക്ക് നടത്തുകയായിരുന്നു. പിറ്റേന്ന് 15-ാം തീയതി ഇവര് ശവോടക്കിന് പന്തൽ വിട്ട് പാട്ടുകാരെ വിളിച്ച് പെട്ടി മേടിച്ച് പോസ്റ്റും ഒക്കെ അടിച്ച് സ്വോത്രം എല്ലാരെയും ആളെയൊക്കെ കൂട്ടി കറുത്ത തുണിയെല്ലാം വലിച്ച് കെട്ടി, ഉള്ള പോസ്റ്ററെല്ലാം കറുത്ത തുണി കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ മക്കൾ കൽപ്പന പ്രമാണിച്ചവർ ജയത്തിന്റെ പാട്ട് പാടി മുമ്പോട്ട് യാത്ര ചെയ്യുകയാണ്. ഇന്ന് രാത്രി ദൈവകൽപ്പന പ്രമാണിച്ചാൽ സംഹാരബാധയിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കും. ഓടിച്ചു പോകാം പെട്ടെന്ന്. 2, ദൈവകൽപ്പന പ്രമാണിച്ചാൽ എന്തോ സംഭവിക്കും. ഒന്ന് വായിച്ചു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കാം. പെട്ടെന്ന് വായിക്കാം, പെട്ടെന്ന്. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവന്റെ ദേഹം ഒരു ചെറിയ ബാലന്റെ ദേഹം പോലെ ആയി. രണ്ടാമത് വിസ്തരിക്കണ്ട. രണ്ടാമത്തെ വിഷയം, ദൈവകൽപ്പന പ്രമാണിച്ചാൽ സ്തോത്രം നിനക്ക് രോഗശാന്തി ഉണ്ടാകും. സ്തോത്രം, രോഗശാന്തി. പക്ഷെ രോഗശാന്തി ഉണ്ടാകണമെങ്കിൽ അവിടുത്തെ വിഷയം മുങ്ങണം. മുങ്ങും. ഇന്ന് യോഗത്തിന് വന്ന് മുങ്ങിയതാ. ഇനി അടുത്ത കാലത്തൊന്നും ആ മുങ്ങലല്ല. പുള്ളി പണ്ട് നമ്മുടെ ഒരു യോഗത്തിന് വന്നതാണ്, അന്ന് മുങ്ങിയതാ. പിന്നെ ഇന്ന് ആ പുള്ളിയെ അങ്ങനെ മുങ്ങുന്ന കാര്യമല്ല പറഞ്ഞു. ഇവിടെ ദൈവകൽപ്പന പ്രമാണിച്ചാൽ രോഗശാന്തി ഉണ്ടാകും. വിഷയം വിസ്തരിക്കേണ്ട. ചരിത്രമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അരാം സൈന്യത്തിന്റെ സേനാപതി നയമാന. ആള് പരാക്രമശാലിയാണെങ്കിലും കുറ്റരോഗിയ. അങ്ങനെ 5-1 വായിച്ചു. 5-1 പെട്ടെന്ന് മടക്കി വെക്കുക. നമ്മൾ പോകാൻ പോവാണ്. വായിച്ചോ. അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയത് കൊണ്ട് അവന്റെ യജമാനൻ അവനെ പുള്ളി ഈയിടെ സഭയ്ക്ക് 10 കസേരയൊക്കെ മേടിച്ചു തന്നു. എങ്കിലും സഭായത്തിന് വരികയില്ല. പുള്ളി സഭയുടെ സെക്രട്ടറിയാ. എങ്കിലും കൈയടിക്കുകയും പാടുകയൊന്നുമില്ല. ജോർജാൻ സഭയുടെ മെയിൻ ആളാ. എങ്കിലും അല്പം വീശും. എങ്കിലും അമ്മാമ സഹോദരിമാരുടെ മെയിൻ ആളാ. എങ്കിലും നോണ പറയും. അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. എങ്കിലും തന്നെ ഒരു പ്രസംഗമാണ്. അത് പറഞ്ഞാൽ ഇനി ഇന്ന് പോയി പറ്റുണ്ടാകില്ല. അപ്പം ഇവിടെ നയമാൻ പരാക്രമശാലി എങ്കിലും കുറ്റരോഗിയാ. ഇത് പാപത്തിന്റെ കുറ്റത്തിന് കൂടെ നിഴലാ. പരാക്രമമാ. നിനക്ക് ഒത്തിരി പരാക്രമമുണ്ട്. നീ മിടുക്കനാ, കുടുംബത്തിൽ ഉന്നതനാ, സമ്പത്തുണ്ട്, അവൻ ചുറ്റുപാടുണ്ട്, മക്കളുണ്ട്, സാമ്പത്തിക ഭദ്രതയുണ്ട്, ആരോഗ്യമുണ്ട്, കരുത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എങ്കിലും നീ പാപത്തിലാ ജീവിക്കുന്നത്. ഇന്ന് രാത്രി ആ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിവുള്ള യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച